വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. മോദി അമിത്ഷാ കൂട്ടുകെട്ട് തകരുകയാണ്. തീർച്ചയായും അത് തകരുക തന്നെ ചെയ്യും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഫാസിസ്റ്റ് ഭരണകൂടം എന്നും ആദ്യഘട്ടത്തിൽ അവരുടെ വരവ് ഗംഭീരമാക്കും. പിന്നീട് പതിയെ 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 അവർ തിരിച്ചടികളുടെ ലോകത്ത് ഉരുണ്ടു കളിക്കും. അവസാനം ഗത്യന്തരമില്ലാതെ ഓടിയൊളിക്കുന്ന സ്ഥിതിവിശേഷണങ്ങൾ തന്നെയാണ് പലപ്പോഴും ചരിത്രം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യം, ഈ കൂട്ടുകെട്ട് തകരുക തന്നെ ചെയ്യും. അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ്, ആദ്യത്തെ തിരിച്ചടിയാണ് കർഷക നിയമങ്ങൾ പിൻവലിച്ച് തടിയൂരാൻ ശ്രമിക്കുന്ന മോദിയുടെയും അമിത്ഷായുടെയും ആ പച്ചയായ മുഖം. നമുക്കറിയാവുന്ന വിഷയമാണ്. രാജ്യത്ത് കർഷക നിയമവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു, ഒരുപാട് സമരങ്ങൾ നടന്നു. നിരപരാധികളായിട്ടുള്ള കർഷകർ വേട്ടയാടപ്പെട്ടു. അതായത് 80-ന് മുകളിൽ പ്രായമുള്ള കർഷകരെ തെരുവിൽ പോലീസുകാർ വേട്ടയാടി. നമ്മളൊരു കാഴ്ച കണ്ടിരുന്നു. ഒരു കർഷകൻ തന്റെ കയ്യിൽ ഒരു വാളും ഇങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട്, ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു വലിയ കീറലുണ്ടായിരുന്നു, അതായത് ഒരു വലിയ പൊട്ടലുണ്ടായിരുന്നു. ആ പൊട്ടിയിടത്ത് നിന്ന് ചോര ഇങ്ങനെ വാർന്നൊഴുകുന്ന ഒരു രംഗം ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ രംഗം കണ്ട് നമ്മളൊക്കെ പൊട്ടിക്കരഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ രംഗം സ്റ്റാറ്റസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത ഒരാളാണ്. അന്ന് പറഞ്ഞിരുന്നു, തീർച്ചയായും ഈ പോരാട്ട വീര്യത്തിന്റെ മുന്നിൽ, ചോര ഒലിക്കുന്ന സമയത്തും ധീരതയോടെ പോരാടാൻ താൻ തയ്യാറാണ് എന്ന് ആ കർഷകൻ തന്റെ ശരീരത്തിലൂടെ ജനങ്ങളോട് അറിയിക്കുന്ന സമയത്ത്, നമ്മളോടൊക്കെ അറിയിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനിച്ചതായിരുന്നു തീർച്ചയായും ഇവരുടെ കൂടെ നിൽക്കണം എന്ന്. അതൊരു വലിയ വമ്പൻ വിജയമായി ഇപ്പോൾ മാറുമ്പോൾ അവരുടെ കൂടെ നിന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് തീർച്ചയായും അതൊരു വലിയ സന്തോഷം തന്നെയാണ്. നിരപരാധികളായിട്ടുള്ള ഒരുപാട് കർഷകർ പല കള്ളക്കേസിലും പെട്ടിരുന്നു. അത്തരക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു വലിയ പോരാട്ട സമ്മാനം തന്നെയാണ് മോദി അമിത്ഷായുടെ ഈ ഭയം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ആദ്യ തിരിച്ചടിയാണ്. നമുക്കറിയാവുന്ന വിഷയമാണ്. തിരഞ്ഞെടുപ്പുകൾ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന മറ്റുള്ള നേതാക്കന്മാർക്ക്, അതായത് BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്ന നേതാക്കന്മാർക്ക് തിരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ സമയം കർഷക നിയമങ്ങൾ പിൻവലിച്ചില്ല എങ്കിൽ തിരിച്ചടിയാകുമെന്നുള്ള ഭയം തന്നെയാണ് മോദിയുടെയും അമിത്ഷായുടെയും ഈ നീക്കത്തിന് പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കർഷകർ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% സന്തോഷത്തിലാണ്. മുഴുവനായിട്ടും ഈ തീരുമാനത്തിന്റെ പകർപ്പ് തങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ മാത്രമേ മോദിയെയും അമിത്ഷായെയും തങ്ങൾ വിശ്വസിക്കത്തേയുള്ളൂ എന്ന് അവർ തുറന്നടിച്ചു പറയുമ്പോൾ, ഇതിനേക്കാൾ വലിയ പരാജയം, ഇതിനേക്കാൾ വലിയ നാണക്കേട് ഇനി എന്തുണ്ട് മോദി അമിത്ഷാ കൂട്ടുകെട്ട് നേരിടാൻ? എന്തായാലും മോദിയും അമിത്ഷായും അന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞ ആ കാര്യം നമുക്ക് മറക്കാതിരിക്കാം. ഒരു കാരണവശാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും കർഷക നിയമങ്ങൾ തങ്ങൾ പിൻവലിക്കില്ല എന്ന് അവർ അന്ന് പറഞ്ഞ ആ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ പറയാം, നിങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളടങ്ങുന്ന ഈ രാജ്യത്തെ കർഷകർ പിൻവലിപ്പിച്ചിരിക്കുന്നു. അത് ഞങ്ങളുടെ ഒരു വലിയ വിജയമാണ്. ജയ് കിസാൻ, ജയ് ഭാരത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.